ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഓണമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. ഓണത്തിന്റെ ആ തിരക്കിലായിരിക്കും നിങ്ങൾ എല്ലാവരും. ഇല്ലയോ? ഈ വട്ടം നമ്മുടെ ഓണസദ്യയിൽ ഏതൊക്കെ പുതിയ റെസിപ്പീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം? ആ ഒരു സെർച്ചിലൊക്കെ എല്ലാവരും യൂട്യൂബിൽ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടിയായിട്ട്, വ്യൂവേഴ്സിന് വേണ്ടിയായിട്ട് ഞാൻ ഇനി തൊട്ട് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ സീരീസ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ ദിവസം ഓരോ റെസിപ്പീസുമായിട്ടായിരിക്കും ഞാൻ ഇവരുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ സദ്യയുടെ റെസിപ്പീസ് തന്നെ, പക്ഷെ അതിനകത്ത് കുറച്ച് ടിപ്സും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം, കുറച്ച് വെറൈറ്റി ഒക്കെ റെസിപ്പീസ് ആയിരിക്കും എൻ്റെ ഇനി വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെ നമുക്കൊരു മധുരത്തിലായിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു വെറൈറ്റി പായസമാണ്. നിങ്ങൾ കുറേ പായസംസ് കണ്ടതാണ്, കുറേ വെറൈറ്റി പായസംസ് ഉണ്ട്. സോ ഇന്ന് അതുപോലെ തന്നെ ഒരു വെറൈറ്റി പായസമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അത് സേമിയ പായസമാണ്. സേമിയ പായസം നോർമലി നമ്മൾ എല്ലാവരും ഉണ്ടാക്കും, പക്ഷെ ഇത് ഇച്ചിരി ഡിഫറെൻ്റാണ്. അതുപോലെ നല്ല ടേസ്റ്റിയോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഡയറക്റ്റ് റെസിപ്പിയിലോട്ട് പോകാം. നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തോട്ട് ഒരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് കാഷ്യൂ, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്രയും ക്വാണ്ടിറ്റി എടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോ കാഷ്യൂന് ഹാഫ് ഫ്രൈ ആകുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് റേസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാഷ്യൂ റേസിൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു സേമിയ, ഓൾമോസ്റ്റ് ഹാഫ് കപ്പ് സേമിയ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ സേമിയ എൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ പാല്. സോ ഈ 1/2 ലിറ്റർ പാല് നമുക്ക് നല്ലോണം തെളിച്ച് വരണം. നമ്മൾ ഏത് പാത്രം എടുക്കുന്ന സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാം ഫുൾ പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ്. സോ ഇപ്പോൾ എൻ്റെ പാൽ നല്ല തെളിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന MTRയുടെ ബദാം മിക്സ് പൗഡറാണ്. സോ ഈ ബദാം മിക്സ് പൗഡറിനകത്ത് തന്നെ ഷുഗർ ഉണ്ട്. ബദാമും കേസറിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ അതിന് കിട്ടുന്നത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് 3 ടേബിൾ സ്പൂൺ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ 1/2 ലിറ്റർ പാൽ എടുക്കുവാണെങ്കിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. നല്ല മധുരമായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഷുഗർ കൂടി ഇടാവുന്നതാണ്. ഇത് നമുക്ക് പാലിൻ്റെ കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന സേമിയ മോഡ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് സേമിയ നല്ല കുക്കാവുന്ന വരെ, നല്ല വെന്ത് വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. നമുക്കിത് ഇളക്കി ആയിരിക്കണം ഇത് കുക്ക് ചെയ്യുന്ന. ഇടയ്ക്കൊക്കെ നമുക്കിത് ഇളക്കി കൊടുക്കണം. സോ അതിൻ്റെ സേമിയ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നട്ട്സ് മോഡ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ ഒരു സേമിയ പായസമായത്. ബദാം മിക്സ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ബൗളിനകത്ത് സെർവ് ചെയ്യാം. സോ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് തന്നെ അറിയിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സദ്യയുടെ ഒരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.